നമ്മുടെ ഇവിടെ എലക്ഷൻ നടക്കുന്നത് പോലെയാണ് ഇൻഡസ്ട്രി ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളെ എലക്ട് ചെയ്തിട്ട് ഈ സ്ഥാനാർത്ഥികളെ നമ്മൾ കയറ്റി വയ്ക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല അവരടുത്ത 5 വർഷം എന്ത് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത 5 വർഷത്തെ നമ്മളെ ഇൻഡസ്ട്രീന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു പരിധി വരെ നമ്മുടെ ഇൻഡസ്ട്രി എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയാമെങ്കിലും, അതായത് നമ്മൾ ഗസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മെഷീൻ ലേണിങ്ങോ അല്ലെങ്കിൽ ഡാറ്റ വെച്ചിട്ടോ നമുക്ക് ഏകദേശം നമുക്ക് ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടാവുന്നല്ലാതെ നമുക്ക് കറക്റ്റായി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ UPI ഇംപ്ലിമെന്റേഷന്റെ ആ കാലത്തിനൊക്കെ മുമ്പ് എന്ന് പറയുമ്പോൾ ഈ ക്യാഷിനുള്ള വാല്യൂ അത് ഇപ്പം ഈ ക്യാഷ് ആരെ കയ്യിലും ഇല്ല. പക്ഷെ ആ ഒരു ഇൻഡസ്ട്രി തന്നെ മാറ്റിമറിച്ചത് എന്ന് പറഞ്ഞാൽ ഈ UPI വന്നപ്പം കുറെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഏകദേശം മാറി ഈ ട്രാൻസാക്ഷന്റെ. ഒരു സംശയം, നമ്മൾ ഈ ഇൻഡസ്ട്രി പ്രെഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ട്രെൻഡ് അറിയുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. പണ്ട് കോഴിക്കോട് ബീച്ചിൽ 2 പേരുണ്ടായിരുന്നു. ഒരു രാജനും ഒരു ദീപക് എന്ന് പറഞ്ഞ ഒരാള്. 2 പേരായിരുന്നു ഒരു ഐസ്ക്രീം ഷോപ്പായിരുന്നു ഇട്ടത്. അപ്പോൾ ഈ രാജനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നല്ല ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ദീപകിന്റെ ഷോപ്പിൽ അതുപോലെ തന്നെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ടെക്നോളജി യുഗം വരാൻ തുടങ്ങി. അതായത് ആൾക്കാർ വാക്ക് ഇൻ ചെയ്തിട്ട്, പണ്ട് വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ആയിരുന്നു, അതായത് ആള് വരും, സാധനം മേടിക്കും, പോവും. ഓക്കെ, അപ്പോൾ പിന്നെ ടെക്നോളജി ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ വരുന്ന കുറവായി. ആൾക്കാർ ഡിജിറ്റലി ഫോണിലായിരുന്നു കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്, ഓർഡർ ചെയ്യുന്ന കാര്യങ്ങൾ, സ്വിഗ്ഗി അതൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ ഇതിൽ ഈ 2 പേരും ഈ ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്തത് ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു. ഈ രാജൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, രാജൻ എന്ത് ചെയ്തു, നേരെ പോയി ഒരു കുറച്ചു കാലം ഇതിന്റെ എഫക്റ്റും കാര്യങ്ങളും കണ്ടപ്പോൾ എന്താക്കി, സ്വിഗ്ഗിയിൽ പോയി ലിസ്റ്റ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ഈ ദീപക് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമിന്റെ ക്വാളിറ്റി കൂട്ടി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ നോ മാറ്റർ വാട്ട് എന്തൊക്കെ ചേഞ്ച് ചെയ്താലും എന്റെ ഐസ്ക്രീമിന് ക്വാളിറ്റി ഉണ്ട്, ആൾക്കാരെ ഒന്ന് വാങ്ങിക്കോളും. പക്ഷെ അവിടെ ചെറിയൊരു തെറ്റ് പറ്റി. ആർക്ക്? ദീപകിന്. ഐസ്ക്രീമിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടുന്നത് നല്ലതാണ്, പക്ഷേ ആൾക്കാർ എത്തണം, റീച്ച് ഔട്ട് ചെയ്യണം, അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല അവിടെ. കാരണം ഇനിയും ആൾക്കാർ ഷോപ്പിലൊന്നും വാങ്ങിക്കില്ല, ഓർഡറിങ് ആണ് ഇപ്പൊ കാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ചേഞ്ചിലൂടെ രാജന്റെ പരിപാടി, അതായത് സ്വിഗ്ഗിയിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ട് രാജന്റെ പരിപാടി നല്ല രീതിയിൽ ഇൻക്രീസ് ആയി. മറ്റേ ദീപക് എന്ന് പറയുന്ന ആൾക്ക് ഏകദേശം പൂട്ടിമാരിയ അവസ്ഥയിലായി. അപ്പൊ ഇതിൽ നിന്ന് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻഡസ്ട്രി എങ്ങോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടുള്ള അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് ടോട്ടലി പ്രൊഡിക്റ്റ് ചെയ്യൽ ഈസ് ഇമ്പോസിബിൾ. പക്ഷേ എന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഒരു പരിധി വരെ പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാനുള്ള ചാൻസ് പിന്നെയും കൂടും.